ഐഡിയസ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്റഗ്രേഷനിലെ 7.1 പ്രോബ്ലംസ് ആണ്. അപ്പൊ അതിനകത്ത് 7.1 ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്റഗ്രേഷൻ തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയണം. അതിനകത്ത് നമ്മൾ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഒരു പ്രോബ്ലം ചെയ്തു. അതിന്റെ രണ്ടാമത്തെ വീഡിയോയ്ക്കകത്ത് അതിന്റെ ഫോർമുലകളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയണുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ആ ഫോർമുലകളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇന്റഗ്രേഷൻ. അപ്പൊ അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടും പിന്നെ നമ്മൾ ഇങ്ങനെ ഇന്റഗ്രേഷൻ എന്നൊക്കെ കേട്ട് ഒരു ഭയം ഉള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പലരും പഠിക്കാനായിട്ട് മടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇന്റഗ്രേഷൻ. കുറച്ചൊരു താല്പര്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് 7.1 ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്റഗ്രൽ സൈൻ 2x dx എന്നാണ്. ഇന്റഗ്രൽ സൈൻ 2x dx. നമുക്കറിയാം ഡിഫറൻസിയേഷനകത്ത് നമുക്ക് ചെയിൻ റൂൾ ഉണ്ട്. ഡിഫറൻസിയേഷനകത്ത് നമുക്ക് ചെയിൻ റൂൾ എക്സിന്റെ പ്ലേസിൽ ആരാണോ ഇരിക്കുന്നത് അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡെറിവേറ്റീവ് കഴിയും. പക്ഷെ ഇന്റഗ്രേഷൻ എന്ന സാധനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് എക്സിന്റെ പ്ലേസിൽ ഇരിക്കുന്നത് 2x ആണ്. എക്സിന്റെ പ്ലേസിൽ ഇരിക്കുന്ന ആളെന്ന് പറയുന്നത് 2x ആണ്. സൈൻ എക്സ് ഡി എക്സ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും യെസ്, സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണെന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ പുതിയ കാര്യങ്ങളൊന്നുമില്ല. സൈൻ 2xന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് 2x തന്നെയാണ്. പക്ഷേ ഇന്റഗ്രേഷൻ പൂർത്തിയാവണമെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ എക്സിന്റെ പ്ലേസിൽ ആരാണോ, ഇപ്പൊ എന്ത് ഫംഗ്ഷൻ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വന്നാലും എക്സിന്റെ പ്ലേസിൽ ആരാണോ ഇരിക്കുന്നത് അവന്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സൈൻ 2xന്റെ മൈനസ് കോസ് 2x. ഓക്കെ, ഇനി എക്സിന്റെ പ്ലേസിൽ ഇരിക്കുന്നത് 2x ആയതുകൊണ്ട് 2xന്റെ ഡെറിവേറ്റീവ് ആരാണ്? 2. യെസ്, 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഒരിക്കൽ കൂടി എന്താണ് പറഞ്ഞത്? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ പ്ലേസിൽ ആരാണോ ഇരിക്കുന്നത് അവന്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ -2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രൽ കോസ് 3x dxന്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താണ് ഇന്റഗ്രൽ കോസ് 3x dx? ഒന്ന് നോക്കി നോക്കണം. ഇന്റഗ്രൽ കോസ് 3x. ആദ്യം കോസ് 3xന്റെ ഇന്റഗ്രേഷൻ. എന്താണ് കോസ് 3xന്റെ ഇന്റഗ്രേഷൻ? സൈൻ 3x. കോസ് എക്സിന്റെ ഇന്റഗ്രേഷൻ സൈൻ എക്സ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ് 3xന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? സൈൻ 3x ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞോ? ഇന്റഗ്രേഷൻ കഴിയണമെങ്കിൽ എക്സിന്റെ പ്ലേസിൽ ഇരിക്കുന്ന 3xന്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 3. പിന്നെ മക്കളെ ഒരു കാര്യം മറക്കരുത്, ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നിർബന്ധം, പ്ലസ് സി. ഓക്കെ, അപ്പൊ കോസ് 3xന്റെ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടി? സൈൻ 3x ബൈ 3 പ്ലസ് സി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താണ് സീക് സ്ക്വയർ? ഇന്റഗ്രൽ സീക് സ്ക്വയർ 2x dx. എന്താണ് സീക് സ്ക്വയർ 2x dx? സീക് സ്ക്വയർ എക്സ് ഇന്റഗ്രേഷൻ ആരാണ്? യെസ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ ഫോർമുല പറഞ്ഞപ്പോ പറഞ്ഞതാണ് സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് സി ആണ്. അങ്ങനെയാണെങ്കിൽ സീക് സ്ക്വയർ 2x എന്ന് പറഞ്ഞാൽ ആരാണ്? ടാൻ 2x. കഴിഞ്ഞോ? ഇല്ല, കാരണം എക്സിന്റെ പ്ലേസിൽ 2x ആണ്. സോ 2xന്റെ ഡെറിവേറ്റീവ് ആയ 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം, പ്ലസ് സി. ഇതാണ് ഇന്റഗ്രേഷന്റെ 7.1 ഒന്നാമത്തെ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇനി അതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ് 3x ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇതിലിപ്പോ എഴുതിയിരിക്കുന്ന മൂന്നാം ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതിയൊരു ചോദ്യമാണ്. ഇനി ഇന്റഗ്രൽ, അടുത്ത ചോദ്യം, ഇന്റഗ്രൽ ഇ റൈസ് ടു 2x. ഇന്റഗ്രൽ ഇ റൈസ് ടു 2x dx. എനിക്ക് തോന്നുന്നു ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർമുല എഴുതിയ സമയത്ത് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ എഴുതി തന്നിട്ടില്ല. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. നോക്കാം, ഇ റൈസ് ടു 2x അല്ലെ? അപ്പൊ ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? ഇ റൈസ് ടു എക്സ്. therefore ഇ റൈസ് ടു 2x. കഴിഞ്ഞോ? ഇല്ല, ഇന്റഗ്രേഷൻ കഴിയണമെങ്കിൽ ഇവിടെ എക്സിന്റെ പ്ലേസിൽ ഇരിക്കുന്ന ആളാരാണ്? 2x. 2xന്റെ ഡെറിവേറ്റീവ് ആയ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇ റൈസ് ടു 2x ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. വളരെ എളുപ്പമാണ്. ഒന്നുമില്ല, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രേഷൻ നമുക്ക് അറിയാവുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ചെയ്തിട്ട് എക്സിന്റെ പ്ലേസിൽ വേറെ ആരെങ്കിലും, ഇപ്പൊ 2x 3x, ഇപ്പൊ പാരാമീറ്റർ ഡി എക്സ് ആണെങ്കിൽ 2x 3x അങ്ങനത്തെ ആൾക്കാരെയും. അപ്പോൾ അതുപോലത്തെ വന്നു കഴിഞ്ഞാൽ എക്സിന്റെ പ്ലേസിൽ ഇരിക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇതാണ് ഇന്റഗ്രേഷന്റെ ഒന്നാമത്തെ എക്സസൈസിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ 3 പ്രോബ്ലമായി. ഇനി അടുത്തത് ഇന്റഗ്രൽ
എ എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇന്റഗ്രൽ എ എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം, അതായത് ഇവിടെ ഇരിക്കുന്നത് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഫോമിലാണ്, ശരിയല്ലേ? ഈ എ എക്സ് പ്ലസ് ബി നിങ്ങളൊന്ന് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന സാധനം ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ആയിട്ട് തോന്നും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന്റെ പ്ലേസിൽ ഇരിക്കുന്ന ആളാരാണ്? യെസ്, നിങ്ങൾക്കറിയാം എക്സിന്റെ പ്ലേസിൽ ഇരിക്കുന്ന ആളാര്? എ എക്സ് പ്ലസ് ബി, ശരിയല്ലേ? എക്സ് സ്ക്വയർ എന്നവിടെ കൺസിഡർ ചെയ്യണമെങ്കിൽ എക്സിന്റെ പ്ലേസിൽ ഇരിക്കുന്ന ആൾ ആരായിരിക്കണം? എ എക്സ് പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ? യെസ്, നമുക്കറിയാം എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. നമ്മൾ ഫോർമുല എഴുതിയിട്ടുണ്ട്, അപ്പൊ നോക്കാം. അപ്പൊ അതനുസരിച്ചാണ് ഇവിടെ എന്ത് വരും? എ എക്സ് പ്ലസ് ബി റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. കഴിഞ്ഞോ? ഇവിടെ കഴിഞ്ഞോ? ഇല്ല. ഇന്റഗ്രേഷൻ പ്രോസസ്സ് കഴിയണമെങ്കിൽ ആരുടെ ഡെറിവേറ്റീവ്? എക്സിന്റെ പ്ലേസിൽ ഇരിക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താണ്? എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എ ഒരു കോൺസ്റ്റന്റ് ആണ്, ബിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എ എക്സിന്റെ ഡെറിവേറ്റീവ് എ ആണ്, ശരിയല്ലേ? എ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ എ പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് 0. അപ്പൊ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താണ്? എ എന്ന് കിട്ടും നമുക്ക്. അപ്പൊ ആ എ കൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ ഫൈനൽ ആൻസർ എ എക്സ് പ്ലസ് ബി റൈസ് ടു 3 ഡിവൈഡഡ് ബൈ 2. സോറി, 2 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് 1 3 ആണ്. 3a എന്ന് കിട്ടും, പ്ലസ് സി എന്ന് എഴുതും. നമുക്ക് നോക്കുക, ചില ആൾക്കാർക്ക് ഞാൻ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ എക്സിന്റെ ഡെറിവേറ്റീവ് എ പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് 0, ദാറ്റ് ഈസ് എ. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എന്തോന്നാണ്? എ ആണ്. അതുകൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. സോ ഫൈനൽ ആൻസർ എ എക്സ് പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3a പ്ലസ് സി എന്ന് കിട്ടും. വളരെ എളുപ്പമാണ്. അത്യാവശ്യം ഫോർമുലകൾ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്റഗ്രൽ സൈൻ 2x മൈനസ് 4 ഇ റൈസ് ടു 3x ഡി എക്സ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇന്റഗ്രേഷന്റെ ഒരു ബേസ് പറഞ്ഞു, അല്ലേ? ഇന്റഗ്രൽ രണ്ട് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ പ്ലസ് മറ്റൊരു ഫംഗ്ഷൻ വന്നാലോ ഒരു ഫംഗ്ഷൻ മൈനസ് മറ്റൊരു ഫംഗ്ഷൻ വന്നാലോ എനിക്ക് ഇന്റഗ്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതെങ്ങനെ മാറ്റാൻ പറ്റും? ഇന്റഗ്രൽ സൈൻ 2x ഡി എക്സ് മൈനസ് 4 കോൺസ്റ്റന്റ് വെളിയിലെടുത്ത് ഇന്റഗ്രൽ ഇ റൈസ് ടു 3x ഡി എക്സ് എന്ന് എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ ആണോ? അതായത് ഒരു ഫംഗ്ഷൻ പ്ലസ് മറ്റൊരു ഫംഗ്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. എന്താണ് സൈൻ 2x ഇന്റഗ്രേഷൻ? നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞു. സൈൻ 2x ഇന്റഗ്രേഷൻ മൈനസ് കോസ് 2x. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എക്സിന്റെ പ്ലേസിൽ 2x ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് ആയ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ മൈനസ് 4. എന്താണ് ഇ റൈസ് ടു 3x ഇന്റഗ്രേഷൻ? ഇ റൈസ് ടു 3x. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. കാരണം എക്സിന്റെ പ്ലേസിൽ 3x ആണ്. 3xന്റെ ഡെറിവേറ്റീവ് ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. Therefore, minus cos 2x by 2 minus 4 by 3 into e raised to 3x plus c എന്ന് എഴുതാം. ഞാനൊന്ന് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടി എഴുതിയതേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഇന്റഗ്രേഷൻ. ഓക്കെ, അതായത് ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഇന്റഗ്രേഷൻ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ച, അതായത് എക്സിന്റെ പ്ലേസിലുള്ള ആളുടെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അടുത്ത ചോദ്യം, ഇന്റഗ്രൽ 4 ഇ റൈസ് ടു 3x പ്ലസ് 1 ഡി എക്സ്. ശരിയല്ലേ? ഇതാണ് നമ്മുടെ 7.1 ആറാമത്തെ ചോദ്യം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാവും. ഇന്റഗ്രൽ 4 ഇ റൈസ് ടു 3x പ്ലസ് 1 ദ ഹോൾ ഡി എക്സ്. നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് അതിന്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ ഈ ഒരു പ്രോബ്ലം കൂടി ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യും. അടുത്ത പ്രോബ്ലം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. 4 വെളിയിലെടുക്കുന്നു. ഇന്റഗ്രൽ ഇ റൈസ് ടു 3x ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 ഡി എക്സ്. ഓക്കെ ആണോ? ദെൻ 4 ഇൻറ്റു എന്താണ് ഇ റൈസ് ടു 3x ഇന്റഗ്രേഷൻ? ഇ റൈസ് ടു 3x ബൈ 3. ഇനി അത് ഞാൻ പറയണോ? ഇ റൈസ് ടു 3x ഇന്റഗ്രേഷൻ ഇ റൈസ് ടു 3x. പക്ഷെ എക്സിന്റെ പ്ലേസിൽ 3x ആയതുകൊണ്ട് ആ 3xന്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. പ്ലസ് എന്താണ് 1 ഡി എക്സ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കി. ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്. അതായത് 1ന്റെ ഇന്റഗ്രേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് എക്സ് ആണ്. എനിക്കിവിടെ എന്ത് എഴുതാം? എക്സ്.
പ്ലസ് സി. Therefore 4/3 e റൈസ് ടു 3x പ്ലസ് എക്സ് പ്ലസ് സി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് ചോദിച്ചാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് സി തന്നെയാണ്. ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രേഷനും ഇ റൈസ് ടു എക്സ് ആണ്, ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവും ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, പിന്നെ അടുത്ത പ്രോബ്ലം, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ എനിക്ക് ആദ്യമേ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ? ഒരു ഫംഗ്ഷൻ ഇൻറ്റു മറ്റൊരു ഫംഗ്ഷൻ, ശരിയല്ലേ? എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ എനിക്ക് ഇന്റഗ്രേഷന് പ്രോഡക്റ്റ് റൂൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇന്റഗ്രൽ ഈ എക്സ് സ്ക്വയർ അകത്തോട്ട് കൊടുക്കുമ്പോൾ എന്തോലുള്ള ഈ എക്സ് സ്ക്വയർ അകത്തോട്ട് കൊടുക്കുമ്പോൾ, യെസ്, എക്സ് സ്ക്വയർ അകത്തോട്ട് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ, അടുത്ത് മൈനസ് ഈ എക്സ് സ്ക്വയറിന് 1 കൊടുക്കുമ്പോൾ എന്തോരും? എക്സ് സ്ക്വയർ ഇൻറ്റു 1/x സ്ക്വയർ ദ ഹോൾ ഡി എക്സ്. സംശയമുണ്ടോ? ഇല്ല. ഞാൻ എന്ത് ചെയ്തു? എക്സ് സ്ക്വയറിനെ ബ്രാക്കറ്റിനകത്തോട്ട് കൊടുക്കും. therefore x സ്ക്വയർ മൈനസ് ഈ എക്സ് സ്ക്വയർ വെട്ടിപ്പോയി എനിക്ക് എന്ത് കിട്ടും? 1 dx എന്ന് കിട്ടും. സംശയമുണ്ടോ? അതായത് എനിക്ക് ഇന്റഗ്രേഷൻ പ്രോഡക്റ്റ് റൂൾ ഇപ്പൊ നിലവിൽ അപ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അവിടെ നിന്ന് പ്രോഡക്റ്റ് മാറും. ഓക്കെ, എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1/x സ്ക്വയർ, അതായത് ആ എക്സ് സ്ക്വയർ കൊടുക്കുമ്പോഴേക്കും മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1/x. ദെൻ അകത്തുള്ള രണ്ട് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്തു പോകും. അവിടെ എനിക്ക് മൈനസ് ഉണ്ട്, പിന്നെ ഒരു 1 ഉണ്ട്, അത് അവിടെ എഴുതി. ഇനി എനിക്ക് പഠിച്ച നിയമം അനുസരിച്ച് എന്താണ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ? ഇനി ഞാൻ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യുവാണ്. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ, യെസ്, എക്സ് ക്യൂബ് ബൈ 3. ഓക്കെ, മൈനസ് എന്താണ് 1ന്റെ ഇന്റഗ്രേഷൻ? എക്സ്. പിന്നെ കോൺസ്റ്റന്റ്, നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ പ്ലസ് സി കൊടുക്കുക. ഓക്കെ ആണോ? ഒന്നുമില്ല, ഞാൻ ചെയ്തത് ആദ്യം എക്സ് സ്ക്വയറിന്റെ ബ്രാക്കറ്റിനകത്തോട്ട് കൊടുത്തു. ഇപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി എക്സ് സ്ക്വയറിന്റെ രണ്ടാമത്തെ ടേമിന് കൊടുക്കും. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു 1/x സ്ക്വയർ. ഞാൻ ആ ഇടയ്ക്കുള്ള മൈനസ് അവിടെ വെച്ചു. ആദ്യത്തെ ടേമിന് മാറ്റമൊന്നുമില്ല. രണ്ടാമത്തെ ടേമില് എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും, കാരണം ഇൻറ്റു ആയതുകൊണ്ട് എനിക്ക് ആ എക്സ് സ്ക്വയർ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് അവിടെ 1 എന്ന് കിട്ടും. ഇനി ഞാൻ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യും. ഈ ഇന്റഗ്രൽ ഇതിനും കൊടുക്കാം, ഇന്റഗ്രൽ ഇതിനും കൊടുക്കാം. ഓക്കെ, ഇന്റഗ്രൽ എക്സ് സ്ക്വയറിന് കൊടുക്കുമ്പോഴേക്കും എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 1ന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് എക്സ്, അതായത് -1ന്റെ ഇന്റഗ്രേഷൻ മൈനസ് എക്സ് പ്ലസ് സി എന്ന് എനിക്ക് ആൻസർ കിട്ടും. ഇതാണ് എക്സസൈസിലെ 7ാമത്തെ ചോദ്യം, 7.1ലെ 7ാമത്തെ ചോദ്യം. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഈ പരീക്ഷയ്ക്ക് മാക്സിമം എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും വരുന്നത്. ഇപ്പൊ ഒരു പുസ്തകത്തിന് പുറത്തുനിന്ന് വരുന്നത് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 8ാമത്തെ ചോദ്യം, ഇന്റഗ്രൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. ഓക്കെ, ഇന്റഗ്രൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. ഇവിടെ എയും ബിയും സിയും ഒക്കെ കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ എല്ലാത്തിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ കൊടുക്കാം. എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വെളിയിലെടുക്കുന്നു, എ ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ബി കോൺസ്റ്റന്റ് ആണ്, ബി ഇൻറ്റു എക്സ് ഡി എക്സ്. ഇനി കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ, എനിക്ക് അവിടുന്ന് പുറത്തെടുക്കാൻ പറ്റൂല, സി ഡി എക്സ്. ഓക്കെ, ഞാൻ എല്ലാത്തിനും ഇന്റഗ്രേഷൻ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കും. എ എക്സ് സ്ക്വയറിന് ഇന്റഗ്രേഷൻ കൊടുത്തു, പ്ലസ് ബി എക്സിന് ഇന്റഗ്രൽ കൊടുത്തു, പ്ലസ് സിക്ക് ഇന്റഗ്രൽ കൊടുത്തു. ഇവിടെ നോക്കാം, എ ഇൻറ്റു എന്താണ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ? നമുക്കിനി പെട്ടെന്ന് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ കേട്ട് കഴിഞ്ഞാൽ പവർ ഒന്ന് കൂട്ടുക, ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3, ആ മുകളിലുള്ള നമ്പർ കൊടുക്കുക. എങ്ങനെയാണ്? എക്സ് സ്ക്വയർ എന്ന് കേട്ടാൽ എക്സ് ക്യൂബ് ബൈ 3. ഓക്കെ, പ്ലസ് ബി ഇൻറ്റു എക്സിന്റെ പവർ, എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ എക്സ് റൈസ് ടു 1ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? യെസ്, എക്സ് പവർ ഒന്ന് കൂട്ടുക ബൈ 2 പ്ലസ് സി. ഇവിടെ ഇന്റഗ്രേഷൻ ഞാൻ പറഞ്ഞു, 1ന്റെ ഇന്റഗ്രേഷൻ 1x ആണ്, 2ന്റെ ഇന്റഗ്രേഷൻ 2x ആണ്, 3യുടെ ഇന്റഗ്രേഷൻ 3x ആണ്. അപ്പൊ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? cx ആയിരിക്കും. കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു എക്സും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 1ന്റെ ഇന്റഗ്രേഷൻ 1x, 2ന്റെ ഇന്റഗ്രേഷൻ 2x, അതുപോലെ സിയുടെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? cx. അപ്പോൾ ഇവിടെ സിയുടെ ഇന്റഗ്രേഷൻ cx. ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ പ്ലസ് സി കൊടുക്കുക. therefore a by 3 x cube plus b by 2 x square plus
സി എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ഇതാണ് നമ്മുടെ എത്രാമത്തെ ചോദ്യം? 8ാമത്തെ ചോദ്യം. ഓക്കെ, വളരെ എളുപ്പമാണ്. 8ാമത്തെ ചോദ്യം നമ്മളിവിടെ ചെയ്ത ഇന്റഗ്രേഷൻ എടുത്താൽ എല്ലാത്തിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും, ഇന്റഗ്രേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ 8ാമത്തെ പ്രോബ്ലം. ഇനി നമ്മുടെ 9ാമത്തെ പ്രോബ്ലം. ഇന്റഗ്രൽ 2x² പ്ലസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. 2x² പ്ലസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. നിങ്ങൾ എല്ലാവരും വീഡിയോ പൗസ് ചെയ്ത് വെച്ചിട്ട് ഇത് പറ്റുവാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. കാരണം ഇത് വളരെ എളുപ്പം, നമ്മൾ ഇതുവരെ ചെയ്തതിനേക്കാളും ഒക്കെ എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ്. എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും ഞാനിത് ചെയ്യുവാണ്. ഞാൻ എന്ത് ചെയ്യും? ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യും. യെസ്, 2 വെളിയിലെടുത്തിട്ട് x² ഡി എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു എന്താണ് x² ഇന്റഗ്രേഷൻ? നമ്മൾ x³ പ്ലസ് ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ ഇ റൈസ് ടു എക്സ് തന്നെ പ്ലസ് സി. സോ 2/3 x³ പ്ലസ് ഇ റൈസ് ടു എക്സ് പ്ലസ് സി എന്ന് നമുക്ക് എളുപ്പത്തിൽ ഇന്റഗ്രേഷൻ കിട്ടും. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത ചോദ്യം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും വലിയ പാഠമൊന്നുമല്ല, എന്നാലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. നമുക്ക് അതിനു മുമ്പ് ഒരു കാര്യം അറിയണം. റൂട്ട് എക്സ് മീൻസ് എക്സ് റൈസ് ടു 1/2 ആണ്. ഇത് നിങ്ങൾ മറക്കരുത്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/2 ആണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, നമ്മൾ ഇതിന്റെ അടുത്ത ചോദ്യം. ഇന്റഗ്രൽ റൂട്ട് എക്സ് മൈനസ് 1/√x ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതെങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? റൂട്ട് എക്സ് മൈനസ് 1/√x ദ ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ചില ആൾക്കാർ ഇതിനെ നമുക്ക് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യും. നമുക്ക് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യും. എന്താണ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ? ഇത് a, ഇത് b ആയിട്ട് എടുത്താൽ എന്താണ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ? a സ്ക്വയർ, ദാറ്റ് ഇസ് റൂട്ട് എക്സ് സ്ക്വയർ. a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a ഇൻറ്റു b, 2ab. പിന്നെ എന്ത് വരും? പ്ലസ് ബി സ്ക്വയർ 1/√x ദ ഹോൾ സ്ക്വയർ. എളുപ്പമല്ലേ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമുക്ക് അത് അതിന് മുമ്പ് ഇതറിയണം. ഇത് നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ ഒരു ഫോർമുലയിൽ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, എന്താണ് റൂട്ട് എക്സ് സ്ക്വയർ? റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, എക്സും റൂട്ടും ഒരേ നമ്പറിൽ വന്നാൽ എനിക്ക് റൂട്ട് എക്സ് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് മൈനസ് 2, ഈ റൂട്ട് എക്സും ഈ റൂട്ട് എക്സും ക്യാൻസൽ ചെയ്ത് പോയാൽ മൈനസ് 2 ഇൻറ്റു 1 2 വന്നിട്ടുണ്ട്. പ്ലസ് ഇവിടെ ഞാൻ ഈ സ്ക്വയർ 1ന് കൊടുക്കുമ്പോൾ 1 ബൈ താഴത്തെ റൂട്ട് എക്സിന് കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ്. സംശയമുണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യാം? എല്ലാത്തിനും ഇന്റഗ്രേഷൻ ഉള്ളതാണ്. ഓക്കെ, ഇന്റഗ്രൽ ദ ഹോൾ ഡി എക്സ് എന്ന് കൊടുക്കണേ. നമ്മൾ എക്സ്പാൻഡ് ചെയ്തല്ലേ? ഇന്റഗ്രൽ ദ ഹോൾ ഡി എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അറിയാം എന്താണ് എക്സിന്റെ ഇന്റഗ്രൽ? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എന്താണ് 2ന്റെ ഇന്റഗ്രൽ? 2x. എന്താണ് പ്ലസ് 1/xന്റെ ഇന്റഗ്രൽ? യെസ്, ലോഗ് മോഡ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ദിസ് ഈസ് ദ ആൻസർ. ഒന്നുമില്ല, ഒരിക്കൽ കൂടി ഞാൻ ഈ ക്ലാസ് ഒരിക്കൽ കൂടി പറയാം. കുറെ ആൾക്കാർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു പ്രോബ്ലം ഒരിക്കൽ കൂടെ പറയാം. റൂട്ട് എക്സ് മൈനസ് 1/√x ദ ഹോൾ സ്ക്വയർ. ആദ്യം എക്സ്പാൻഷൻ, ഇന്റഗ്രൽ ഡി എക്സ് മറക്കണ്ട. ഓക്കെ, ആദ്യം എക്സ്പാൻഷൻ. ഇന്റഗ്രൽ അകത്തിരിക്കുന്നത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a ഇൻറ്റു ബി, 2ab പ്ലസ് ബി സ്ക്വയർ 1/√x ദ ഹോൾ സ്ക്വയർ ദ ഹോൾ ഡി എക്സ്. അല്ലേ? ഈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള എല്ലാ ആൾക്കാർക്കും ബാധകമല്ലേ? ഹോൾ ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇന്റഗ്രൽ റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ്. റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഈ റൂട്ട് എക്സും ക്യാൻസൽ ചെയ്ത് അവിടെ എന്ത് കിട്ടും? 2 കിട്ടും. പ്ലസ് ഈ സ്ക്വയർ ഞാൻ അകത്ത് 1ന് കൊടുക്കുമ്പോൾ 1 ബൈ താഴെ ഞാൻ കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് എന്ന് വരും. ദ ഹോൾ ഡി എക്സ്. ഇനി എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2ന്റെ ഇന്റഗ്രൽ 2x. നേരത്തെ പറഞ്ഞില്ലേ കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എന്താണ്? 2x പ്ലസ് 1/xന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യത്തെ 7.1 ആദ്യത്തെ 10 പ്രോബ്ലം ആണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇത്രയൊന്ന് നോക്കുക. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. വരും ദിവസങ്ങളിൽ നമ്മൾ ബാക്കി നമുക്ക് 10 എക്സസൈസ് ആണ് ഇതിനകത്തുള്ളത്. ഈ ചാപ്റ്ററിന്റെ പകുതി എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും ബാക്കിയുള്ളത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇതിൽ ഡെഫിനിറ്റ് ഇന്റഗ്രലിനകത്ത് നമുക്ക്
പ്രോപ്പർട്ടി ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന, അതായത് ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്ന കണക്ക് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിലെ ഒരു സാമ്പിൾ കണക്കാണ് നമ്മൾ നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോയിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത്. സോ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. പിന്നെ ഇത് മാത്സിന് വേണ്ടി മാത്രമുള്ള ഒരു ചാനലായിരിക്കും. അതായത് ഇപ്പൊ ഞാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ +2ന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇട്ട് നമ്മൾ +1 10ാം ക്ലാസ്സിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ്, ഇപ്പോൾ സാർ പഠിപ്പിക്കുന്ന സ്പീഡ് കൂടി പോകുന്നു, അല്ലെങ്കിൽ വ്യക്തമല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. നമ്മൾ വരും വീഡിയോസിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.